لا ما عاد يرعبني ظلم يهددني بسم الله الرحمن الرحيم إن الحمد لله نحمده ونصلي على رسوله الكريم أما بعد. ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് പവിത്രമായ ഉൽഹിയ്യത്ത് കർമ്മത്തെക്കുറിച്ചാണ്. ഉൽഹിയ്യത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. ആയതിനാൽ അള്ളാഹുവിനു വേണ്ടി, രക്ഷിതാവിനു വേണ്ടി നമസ്കരിക്കുകയും ബലികർമ്മം നടത്തുകയും ചെയ്യുക എന്ന് അല്ലാഹു തആല പറയുകയാണ്. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബലികർമ്മത്തെക്കുറിച്ച് പറയുകയാണ്, മൻ കാന ലഹു സഅത്തുൻ വലം യുളഹി ഫലാ യഖ്റബന്ന മുസല്ലാന. ആർക്കെങ്കിലും ഒരാൾക്ക് ഉൽഹിയ്യത്ത് അറുക്കാനുള്ള സമ്പത്തുണ്ടായി, എന്നിട്ടും അയാൾ ഉൽഹിയ്യത്ത് കർമ്മം നിർവഹിച്ചില്ല എങ്കിൽ അവൻ മുസല്ലകളിൽ വരാതിരിക്കട്ടെ. പെരുന്നാൾ നിസ്കാരം എന്ന് പറഞ്ഞ് പള്ളിയിലേക്ക്, നമസ്കാരത്തിലേക്ക് അടുത്തു പോകരുതെന്ന് ത്വഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കാരണം പെരുന്നാൾ നിസ്കാരം പോലെ തന്നെ പവിത്രമായതാണ് ഉൽഹിയ്യത്ത് കർമ്മം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും സമ്മാനിച്ച ഒരു ഇലാഹി ഗിഫ്റ്റാണ് രണ്ടു പെരുന്നാൾ, ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ. അനുഗ്രഹീയമായ ഒരു ദിവസമാണ് ഈദുൽ അദ്ഹ. ആ ദിവസത്തിൽ അല്ലാഹു തആല നോമ്പ് നോക്കൽ ഹറാമാക്കി. ആത്മപിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ സ്മരിക്കുന്നതിന് വേണ്ടി അന്നത്തെ ദിവസം അല്ലാഹു തആല ഉൽഹിയ്യത്ത് കർമ്മവും ശക്തമായ സുന്നത്താക്കി. ഇബ്രാഹിം അലൈഹിസ്സലാമിന് നീണ്ട കാലത്തിന് ശേഷമാണ് ഒരു പിഞ്ചോമന ജനിച്ചത്. വാത്സല്യത്തോടെയും ലാളനത്തോടെയും ആ ബാലനെ വളർത്തി വലുതാക്കി. നടക്കാനും ഓടാനുമുള്ള പ്രായമെത്തിയപ്പോഴേക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല വഹി അറിയിച്ചു. അവ രണ്ടുപേരെയും അല്ലാഹു തആല പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചു. ഇബ്രാഹിം അലൈഹി സ്വലാമിന് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം അദ്ദേഹം തൻ്റെ മകനോട് പറയുകയുണ്ടായി, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. അദ്ദേഹം പറഞ്ഞു, ഓ എൻ്റെ മകനെ, നിന്നെ ഞാൻ അറുക്കുന്നതായി സ്വപ്നം കാണുന്നു, അതുകൊണ്ട് നിന്റെ അഭിപ്രായം എന്താണ്? ആ കുട്ടി പറഞ്ഞു, യാ അബതി ഇഫ്അൽ മാ തുഅ്മർ സതജിദൂനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ഓ എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, അങ്ങയോട് കൽപ്പിച്ചിട്ടുള്ളത് അങ്ങ് ചെയ്തു കൊള്ളട്ടെ. അള്ളാഹു ഉദ്ദേശിച്ചാൽ ക്ഷമിക്കുന്നവരിൽ അങ്ങ് എന്നെയും കാണുന്നതാണെന്ന്. അങ്ങനെ അവ രണ്ടുപേരും കൽപ്പനയ്ക്ക് വഴങ്ങുകയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനെ ഒരു പാറക്കല്ലിൽ കിടത്തുകയും ചെയ്തു. ആ സന്ദർഭം ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ആടിനെ കൊണ്ടുവരികയും ഇസ്മായിൽ അലൈഹിസ്സലാമിന് പകരമായി ആ ആടിനെ ബലി അറുക്കുകയും ചെയ്തു. അങ്ങനെ അല്ലാഹു തആല പിൻതലമുറകളിൽ അദ്ദേഹത്തിന് പ്രശസ്തി നൽകാൻ വേണ്ടി ഉൽഹിയ്യത്ത് കർമ്മം നിലനിർത്തുകയും ശക്തമായ സുന്നത്താക്കുകയും ചെയ്തു. ഉൽഹിയ്യത്ത് എന്നാൽ ബലി പെരുന്നാളിനോടനുബന്ധിച്ച് അല്ലാഹു തആലയുടെ സാമീപ്യം ഉദ്ദേശിച്ച് അറുക്കപ്പെടുന്ന ബലിമൃഗത്തെയാണ് ഉൽഹിയ്യത്ത് എന്ന് പറയുന്നത്. ഉൽഹിയ്യത്ത് നിർബന്ധമാണോ എന്ന വിഷയത്തിൽ നമുക്ക് രണ്ട് അഭിപ്രായങ്ങൾ കാണാം. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് വാജിബാണെന്നും മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് മുഅക്കദായ സുന്നത്തെന്നുമാണ്. ഇബ്നു ഉമറിനോട് ഉൽഹിയ്യത്ത് കർമ്മം നിർബന്ധമാണ് എന്നൊരാൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പ്രവാചകരും മുസ്ലിങ്ങളും നിർവഹിച്ചു വന്ന ആ ആചാരം ഇന്നും തുടർന്നു പോകുന്നു എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. പ്രായപൂർത്തിയും ബുദ്ധിയും കഴിവുമുള്ള എല്ലാ മുസ്ലിമിനും ഉൽഹിയ്യത്ത് കർമ്മം ശക്തമായ സുന്നത്താണ്. കഴിവുള്ളവർക്ക് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, കാരണം നമസ്കാരത്തിന്റെ റുക്കുനുകളിൽ പെട്ടതാണ് കഴിവുള്ളവൻ നിന്നാണ് നമസ്കരിക്കേണ്ടത് എന്ന്. എന്നാൽ സാധിക്കാത്തവന് ഇരുന്നു നമസ്കരിക്കാം. അതുപോലെ ഉൽഹിയ്യത്ത് അറുക്കൽ കഴിവുള്ളവന് നിർബന്ധമായും അറുക്കണം, അല്ലാത്തവന്റെ മേൽ കുറ്റമില്ല. അല്ലാഹു അഅലം. അതേപോലെ ആട്, മാട്, ഒട്ടകത്തെയാണ് ബലിമൃഗമായി അറുക്കേണ്ടത്. ത്വഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബലിപെരുന്നാൾ ദിനത്തിൽ 2 ആടുകളെ അറുക്കുമായിരുന്നു, തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി. എന്നിട്ട്
അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു: അള്ളാഹുവേ, ഇത് മുഹമ്മദിൻ്റെ കുടുംബത്തിൻ്റെയും മറ്റൊന്ന് എൻ്റെ സമുദായത്തിൽ ബലിയറുക്കാൻ കഴിയാത്തവർക്കും വേണ്ടി ബലിയാകുന്നു എന്ന് ദുആ ചെയ്യുകയും ചെയ്തിരുന്നു. ഉളിഹിയ്യത്ത് കർമ്മം സുന്നത്ത് കൂടാതെ വലിയ സ്വതക്കയുമാണ്. ഇത് സ്വീകരിക്കപ്പെടാൻ ആദ്യം നിയ്യത്ത് വേണം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നിശ്ചയം എല്ലാ അമലും നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ സ്വീകാര്യമാകുന്നത്. അറവ് നടത്തുന്ന സമയത്തോ അതല്ല അറവ് മൃഗത്തെ നിർണയിച്ച സമയത്തോ നിയ്യത്ത് വെക്കണം. ബലിമൃഗം നെയ്യാടാണെങ്കിൽ 1 വയസ്സ് പൂർത്തിയാകണം. അതുപോലെ ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് പൂർത്തിയായിരിക്കണം. കോലാട്, മാടെന്ന് വെച്ചാൽ പശു, പോത്ത്, എരുമ, അവയാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയാകണം. കോലാടിന് 1 വയസ്സ് മതി എന്നൊരഭിപ്രായം കൂടിയുണ്ട്. ഈ ബലിമൃഗങ്ങൾ ന്യൂനതയില്ലാത്ത മൃഗങ്ങളായിരിക്കൽ നിർബന്ധമാണ്. ന്യൂനതയുള്ള മൃഗമാണെങ്കിൽ തൂക്കവും ഇറച്ചിയും കുറവായിരിക്കും. മാത്രമല്ല, കാഴ്ച നഷ്ടപ്പെട്ടതും മുടന്തുള്ളതും മെലിഞ്ഞൊട്ടിയതും രോഗിയുമായ മൃഗത്തെ ഉളിഹിയ്യത്തിന് മതിയാവുകയില്ല എന്ന് ത്വാഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്: അളിമു ലഹായാക്കും ഫഇന്നഹ അലാ സിറാത്തി മത്തായാക്കും. വാളിനേക്കാൾ മൂർച്ചയുള്ളതും മുടിയേക്കാൾ നേരിയതുമായ ആ സിറാത്ത് പാലം കടക്കാൻ അതിവേഗത്തിൽ സഞ്ചരിക്കാനുള്ള വാഹനമാണ് ഈ ബലിമൃഗമെന്ന് ത്വാഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നല്ല അഴകുള്ള, ശക്തിയുള്ള, ആരോഗ്യമുള്ള ജീവജാലത്തെ കൊടുക്കുക. അള്ളാഹുവിനു വേണ്ടി നല്ലതിന് മാത്രം നോക്കി അറുക്കുക. ഉളിഹിയ്യത്ത് അറുത്തതിൽ നിന്ന് അല്പം മാത്രം എടുത്ത് ബാക്കി മുഴുവനും ദാനം ചെയ്യലാണ് ഏറ്റവും പുണ്യം. ഒരാൾ അറവ് മൃഗത്തെ മുഴുവനും സദഖ ചെയ്യുമെന്ന് നേർച്ച വെച്ച് നിർവഹിച്ചതാണെങ്കിൽ അതിൽ നിന്ന് അല്പം പോലും നമുക്കെടുക്കാൻ പാടില്ല. മാത്രമല്ല, ഉളിഹിയ്യത്തിൻ്റെ ഇറച്ചിയെ വേവിച്ച് കൊടുക്കാൻ പാടില്ല. അല്പമെങ്കിലും പച്ചയിറച്ചിയായിട്ട് കൊടുക്കാൻ നിർബന്ധമാണ്. ഉളിഹിയ്യത്തിൻ്റെ ഇറച്ചിയെ വിൽക്കാനോ അന്യമതക്കാർക്ക് കൊടുക്കാനോ പാടില്ല. കാരണം അത് ഒരു ഇബാദത്താണ്. അതിനെ ദാനം ചെയ്യലാണ് നിർബന്ധം. മാത്രമല്ല, ബലിമൃഗത്തെ അറുക്കുവാൻ ഉദ്ദേശിക്കുന്നവൻ ദുൽഹിജ്ജ 1 മുതൽ അത് നൽകുന്നത് വരെ തൻ്റെ മുടിയോ നഖമോ നീക്കൽ നിഷിദ്ധമാകുന്നു. ഉളിഹിയ്യത്തിൻ്റെ ഉത്തമമായ സമയം ബലിപ്പെരുന്നാൾ ദിനത്തിൽ സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് ആയത് മുതൽ ദുൽഹിജ്ജ 13 സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ്. രാത്രി സമയങ്ങളിൽ കറാഹത്താണ്. പകലിലാണ് ബലിമൃഗത്തെ അറുക്കേണ്ടത്. മാത്രമല്ല, ബലിമൃഗത്തെ കിബിലയ്ക്ക് തിരിച്ച് കിടത്തുകയും കത്തിക്ക് മൂർച്ച കൂട്ടുകയും ബിസ്മിയും സ്വലാത്തും പറഞ്ഞ് അറുക്കുകയും അതിനുശേഷം ഇത് സ്വീകാര്യപ്പെടാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യൽ സുന്നത്താകുന്നു. ഉളിഹിയ്യത്ത് അറുക്കുന്ന മൃഗങ്ങളിൽ നിന്ന് എത്ര തുള്ളി രക്തങ്ങൾ തെറിച്ചു വീഴുന്നുവോ അതനുസരിച്ച് നിയത്ത് ചെയ്ത മനുഷ്യൻ്റെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് ത്വാഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഏറെ പുണ്യം ലഭിക്കുന്ന ഈ കർമ്മത്തിന് വേണ്ടി കഴിവുള്ളവർ തയ്യാറാവുക. പവിത്രമായ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽ പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അടുത്ത വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ നാഥൻ തുണയ്ക്കട്ടെ. നിങ്ങളുടെ ദുആയിൽ മറക്കാതെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. ജസാക്കല്ലാഹു ഖൈറൻ ജസാ.